കോഴിക്കോട് നാദാപുരത്ത് 8 വയസ്സുകാരനെ മർദ്ദിച്ച അധ്യാപകന് സസ്പെൻഷൻ. ജംഷീറിനെ സ്കൂൾ മാനേജ്മെന്റാണ് സസ്പെൻഡ് ചെയ്തത്. വേവം LP സ്കൂളിലെ അധ്യാപകനാണ് ജംഷീർ. കാലിൽ വടികൊണ്ട് അടിയേറ്റ പാടുകൾ കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ബെൻസൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ബെൻസൺ, എന്താണ് സംഭവം? ഹർഷൻ, ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്കൂളിൽ വെച്ച് 4ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മുഹമ്മദ് സിനാൻ എന്ന വിദ്യാർത്ഥിയെ അധ്യാപകനായിട്ടുള്ള ജംഷീർ മർദ്ദിക്കുകയായിരുന്നു, വടികൊണ്ട് കാലിന് അടിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ കുട്ടി ഈ വേദന അല്ലെങ്കിൽ അധ്യാപകനോടുള്ള ഭയം കാരണം ഈ വേദനയൊന്നും തന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുട്ടിയെ അമ്മ കുളിപ്പിക്കുമ്പോഴാണ് കാലിൽ ഇത്തരത്തിൽ വടികൊണ്ട് അടിച്ചതിൻ്റെ പാടുകൾ, ഗുരുതരമായിട്ടുള്ള പാടുകൾ കാണുന്നത്. തുടർന്ന് സ്കൂൾ മാനേജ്മെന്റിലും അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും മാതാപിതാക്കൾ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സ്കൂളിന്റെ ഇന്റേണൽ കമ്മിറ്റി ഈ വിഷയം എന്താണ് എന്നുള്ളത് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അതുമാത്രമല്ല, കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് നിലവിൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. പോലീസും പ്രാഥമിക അന്വേഷണത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈൽഡ് ലൈനിലും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ചൈൽഡ് ലൈനും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഉള്ളത്. തുടർന്ന് സ്കൂളിലെത്തിയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെയും മൊഴി അടക്കം രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് ചൈൽഡ് ലൈനും ഉടൻ തന്നെ കടക്കും. ഹർഷൻ, ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സ്കൂൾ മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള ആലോചനകളിലുമാണ്.